നമുക്കിന്ന് പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ നമ്മുടെ ചുമന്ന പരിപ്പ് ഏകദേശം ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി സമയം ഉണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റ് ഒന്ന് കുതിർത്താലും കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയാൽ ഞാൻ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പച്ചക്കറികളായ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഒരു വലിയ സബോള, പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ചേർക്കാം. ഞാൻ കോവയ്ക്ക എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, വെള്ളരിക്കയുണ്ട്, പിന്നെ വെണ്ടയ്ക്ക, അങ്ങനെയുള്ള മത്തങ്ങ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പം ഉള്ളത് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഞാനിപ്പോൾ വഴുതനങ്ങ ചേർക്കുന്നില്ല, കാരണം അത് പെട്ടെന്ന് കുഴഞ്ഞു പോകും. ഞാനിവിടെ തുറന്നു വെച്ചാണ് സാമ്പാർ വേവിച്ചെടുക്കുന്നത്. പിന്നെ അതിലോട്ട് നമുക്കൊരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ട് 1 ടീസ്പൂൺ ഉപ്പ്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. സാമ്പാറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ആ കഷ്ണം ഒക്കെ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കണം. അതേപോലെ തന്നെ നമുക്ക് പുളി ആവശ്യമാണ്. വാളംപുളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയുണ്ട്. അത് ഒരു ചൂടുവെള്ളത്തിലിട്ട് അതൊന്ന് ജസ്റ്റ് നമുക്ക് അലിയിപ്പിച്ചെടുക്കണം. ഇതേ സമയം ഞാൻ നമ്മുടെ കഷ്ണങ്ങളെല്ലാം തുറന്നു വെച്ചാണ് വേവിക്കുന്നത്. ഞാൻ കുക്കർ വിസിൽ അടുപ്പിച്ച് ചെയ്യിക്കുന്നില്ല, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. തുറന്നു വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കെല്ലാം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. കുറച്ച് സമയമെടുക്കും, പക്ഷേ എന്നാലും എനിക്കൊരു ടേസ്റ്റ് ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. വിസിലടുപ്പിച്ചെടുക്കുമ്പോൾ അത് ഈസിയാണ്, പക്ഷേ എന്നാലും ഇതൊരു ഫ്രഷ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊരു പകുതി വേവാവുന്നവരെ നമ്മൾ ആദ്യം വേവിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇത് നോക്കിയാൽ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് വെണ്ടയ്ക്ക, ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു പെട്ടെന്ന് വെന്ത് പോകുന്നു. അതേപോലെ തന്നെ ഇത് ഫ്രോസൺ മുരിങ്ങയ്ക്ക കേട്ടോ, അതേ ഇവിടെ കിട്ടത്തുള്ളൂ. ഫ്രഷ് കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്, ഇടയ്ക്കൊക്കെ കാണാറുള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് വേവുന്ന സാധനങ്ങളാണ്. മുരിങ്ങയ്ക്ക പച്ചയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളരിക്കയും ഫ്രോസനാണ്, ഇത് പെട്ടെന്ന് അലിഞ്ഞു പോവും, അതാണ് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ടൊരു 10-15 ചെറിയുള്ളിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടി കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് വേണേലും ഉപയോഗിക്കാം. ഇവിടെ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ള ഈസ്റ്റേൺ ആണ്, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഏകദേശം നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കായവും കൂടെ ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. അതൊരു കുറച്ച് ഒരു പിഞ്ച് കായപ്പൊടിയേ ഉള്ളൂ. ആദ്യം നമ്മൾ കഷ്ണത്തിൽ ചേർത്തായിരുന്നല്ലോ, എന്നാലും കായത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം ചേർക്കുന്നത്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലതാട്ടോ, എൻ്റെ അടുത്തില്ല, അതുകൊണ്ടാണ് ഈ ഉണങ്ങിക്കരിഞ്ഞ് കറിവേപ്പില ഇരിക്കുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് ഈ വഴറ്റെടുത്ത സാധനം നമുക്ക് നമ്മുടെ തിളച്ച് വന്ന സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പം എൻ്റെ സാമ്പാർ ഇതിലൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് ആദ്യം നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. പുളിവെള്ളത്തിന് ഒരു അളവില്ല, നിങ്ങളത് ഒഴിച്ച് അല്പാൽപ്പമായിട്ട് ഒഴിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കൂടി പോകാൻ പാടില്ല, കൂടിപ്പോയാൽ നിങ്ങളുടെ സാമ്പാർ എന്തായാലും കുളമാകും. അപ്പം എന്നിട്ട് നമുക്കിതിലോട്ട് നമ്മുടെ വഴറ്റി വെച്ച മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കിടന്ന് തിളയ്ക്കട്ടെ. ഇനി വെള്ളം ഭയങ്കരമായിട്ട് നിങ്ങളുടെ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കുറച്ചുകൂടി വെന്ത് വരാനുണ്ട്. അപ്പം കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് തുറന്ന് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വരുമ്പം നമുക്ക് ഇതിലോട്ട് താളിച്ച് ചേർക്കണം. സാമ്പാർ ഫുൾ ഏകദേശം റെഡിയായി, ഇനി താളിക്കൽ മാത്രമേ ഉള്ളൂ. ഇതിലോട്ട് ഒരു ചെറിയ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക. ഒരു പിഞ്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് മതി, 1 ടീസ്പൂൺ പോലും വേണ്ട, ഒരു 10-15 എണ്ണം ഇട്ടാൽ മതി. അതിലോട്ട് നമുക്ക് വറ്റൽമുളക് ഒരു 3-4 എണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ സാമ്പാർ പൊടി ഒരു 1/4 ടീസ്പൂൺ എടുത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. ഇത് ഇച്ചിരി നന്നായി ചൂടായിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അതൊന്ന് ഇളക്കി നമ്മൾ ഈ സാമ്പാറിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇതല്ലാണ്ട് നിങ്ങൾക്ക് സാമ്പാർ യൂസ് ചെയ്യാം, പക്ഷെ എന്നാലും ഇത് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്നിട്ട് ഇത് അങ്ങോട്ട് സാധാ പോലെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അങ്ങ് അടച്ചു വെക്കുക. അത്യാവശ്യം തണുത്ത് കഴിയുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് വരിക. സാമ്പാറിന് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പിറ്റേ ദിവസം ആകുമ്പോഴാണ് നല്ല ഒരു രുചി സാമ്പാറിന് വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ സാമ്പാർ റെസിപ്പി. ഞാൻ എപ്പോഴും ഇതാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടെ കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. ടേസ്റ്റ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കുറച്ചുകൂടെ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഒരുപാടല്ല,
കുറച്ച് ആ ടേസ്റ്റ് ഒന്ന് മുന്തി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സിമ്പിൾ സാമ്പാർ റെസിപ്പി.